നമസ്കാരം പ്രിയപ്പെട്ടവരെ. PM കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയൊരു കാര്യം എന്ന് പറയുന്നത് നവംബർ 15 15ാമത്തെ ഗഡു വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് 16ാമത്തെ ഗഡുവാണ്. ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത്. 15ാമത്തെ ഗഡുവോ അതിനു മുന്നേയുള്ള ഗഡുക്കളോ വരാത്തവരും ഇത് കാണുക കേട്ടോ. അത് മാത്രമല്ല, ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ട്, അത് ആദ്യം കാണിക്കാം. PM കിസാൻ സമ്മാൻ അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കണം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ കർഷകർ ഫെബ്രുവരി 20 ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കണം. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അക്കൗണ്ടുള്ള ബാങ്കിലോ നേരിട്ടെത്തി നടപടി പൂർത്തിയാക്കാം. നടപടിക്ക് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ആധാർ കാർഡും കൈവശം കരുതണം. OTP വേണ്ടി വരുന്നതിനാൽ മൊബൈൽ ഫോണും കൈവശം വേണം. ഫെബ്രുവരി 20 നടപടി പൂർത്തിയാക്കാത്തവർ പദ്ധതിയിൽ നിന്നും പുറത്താകും. 3 ഗഡുക്കളായി പ്രതിവർഷം 6000 രൂപയാണ് കർഷകർക്കുള്ള ആനുകൂല്യം. പദ്ധതിയിൽ പുതുതായിട്ട് ചേരാൻ pmkisan.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സാധിക്കും. ഭൂമിയുടെ കരമടച്ച രസീത്, ആധാർ കാർഡ് എന്നിവ വേണം. കൂടുതൽ വിവരങ്ങൾ കൃഷിഭവനുകളിൽ നിന്ന് ലഭിക്കും. ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമാണ് കിട്ടുന്നത്. ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ 14ാമത്തെ ഗഡു ഇത്രാം തീയതി വന്നു എന്ന് മാത്രമാണ് കാണുന്നത്. അപ്പൊ ഇതിൽ വിളിക്കണ്ട. പക്ഷേ നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർക്കാൻ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും നമ്പറുകൾ കേരള ഗവൺമെന്റിന്റെ സൈറ്റിലുണ്ട്. അത് എങ്ങനെയാണ് എടുക്കാന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ അതുപ്രകാരം പോയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊക്കെ വിളിച്ച് ചോദിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പത്ര ന്യൂസിൽ പറഞ്ഞതുപോലെ ഓൾറെഡി ബാങ്ക് ഡീറ്റെയിൽസ് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളവര്, അതായത് 15ാമത്തെയും 14ാമത്തെ ഗഡു വന്നിട്ടുള്ളവര് ഇത് പോയിട്ട് വീണ്ടും ചെയ്യണമെന്നില്ല കേട്ടോ. വരാത്തവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ആധാർ ബാങ്കുമായിട്ട് സീഡിങ് ആകാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇത് വീണ്ടും ചെയ്യാൻ പറയുന്നത്. പിന്നെ PM കിസാൻ നിധിയിൽ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് നമ്മൾ ഏറ്റവും അവസാനമായി ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് പലരുടെയും ലോൺ അക്കൗണ്ടിലേക്കൊക്കെയാണ് പൈസ വരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ട് മാറ്റാൻ പറ്റും. പോസ്റ്റ് ഓഫീസിലെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ IPPB അക്കൗണ്ട്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിൽ SB അക്കൗണ്ട് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബാങ്കിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടൊരു അക്കൗണ്ട് എടുത്താൽ മതി. അങ്ങനെ അക്കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ അവരോട് പറയണം ആധാറായിട്ട് പെട്ടെന്ന് ലിങ്ക് ചെയ്യണം എന്നുള്ളത്. PM കിസാന്റെ പൈസ വരുന്നതിന് വേണ്ടിയിട്ടാണെന്നും പറയുക. ഓക്കെ, ഇനി ഇതെങ്ങനെ കേരളത്തിലെ നമ്പർ എടുക്കാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഈ സൈറ്റിൽ പോവുക. ഈ സൈറ്റിന്റെ ഡീറ്റെയിൽസ് ആദ്യത്തെ കമന്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ കണ്ടോ, അതിൽ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ, സഹായം, ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പദ്ധതിയെ പറ്റി എന്നുള്ള കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കുക. അതിൽ ചില കാര്യങ്ങൾ തെറ്റാണ്. അതായത് ബാങ്ക് അക്കൗണ്ട് ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് മുമ്പാണ് നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത്. അപ്പൊ ആ വിവരങ്ങൾ അപ്ഡേറ്റ് ആകാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇനി ബന്ധപ്പെടുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും കണ്ടോ. ഓരോ ജില്ലയിലെയും നമ്പറും അവിടുത്തെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ സംസ്ഥാന ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞുണ്ട്. ഈ നമ്പറിലൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാവുന്നതാണ്. വിളിക്കുമ്പോൾ ആധാർ കാർഡ് കയ്യിൽ വയ്ക്കുക. കാരണം ആധാർ നമ്പർ കൊടുത്താലേ അവർക്കും അവിടെ നിന്ന് നോക്കാൻ പറ്റുള്ളൂ. PM കിസാൻ നിധി കുറച്ച് ഗഡുക്കൾ കിട്ടിയിട്ട് ബാക്കി കിട്ടാത്തവരെല്ലാവരും ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് അടുത്ത ഗഡുവും വരും. അതോടൊപ്പം മുടങ്ങിയിട്ടുള്ള കുടിശ്ശിക, ഇതുവരെ കിട്ടാത്ത കുടിശ്ശിക ഉണ്ടെങ്കിൽ അതും വരുന്നുണ്ട് പലർക്കും. അതുകൊണ്ടാണ് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ. ഇത് കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റ് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇടുന്ന പൈസയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കറക്റ്റായിരുന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ. ഉടനെ തന്നെ ചെയ്യണേ. ഇതിന്റെ ഈ സൈറ്റിന്റെ ലിങ്ക് എല്ലാം ആദ്യത്തെ കമന്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പ്രകാരം നോക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എന്തായാലും കെട്ടണം. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടെ. www.sbmatrimony.com. നാം എന്നതിൽ നിന്ന് നമ്മളിലേക്കൊരു ചുവടുവെപ്പ്. എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ്. കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ.